രോഗമുള്ള ഇടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കഴുത്തിനും തോളിനും ഒക്കെ മുഴകളുള്ളവർ അവിടെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആരാധനയുടെ തീമഴ പെയ്യുന്ന സമയത്താണ് കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കുന്നത്. എവിടെയെല്ലാം രോഗങ്ങളുണ്ടോ, ഉദരാശയത്തിലെ രോഗങ്ങൾ, ഗർഭാശയത്തിലെ രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, അണ്ടാശയത്തിലെ സിസ്റ്റ് രോഗങ്ങൾ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പൊക്കിന് താഴെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കരൾ രോഗികൾ നെഞ്ചിന് താഴെ കൈവച്ചുകൊണ്ട് ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ, ട്രാൻസ്പ്ലാന്റ് രോഗികൾ, അതുപോലെ തന്നെയുള്ള സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവർ എല്ലാം കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രഷർ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. മറാത്ത തലവേദനയുള്ളവർ, ഉറക്കമില്ലാത്തവരൊക്കെ ശിരസിൽ കൈവച്ചൊരു പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി പ്രാർത്ഥിക്കട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. രക്തസാക്ഷിയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, ഓരോ മകന്റെ പേരും മകളുടെ പേരും കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ആണിപ്പെടുതാർന്ന വലതുകരം, അത്ഭുതകരം, അടയാളം കാണിക്കുന്ന കരം, കാറ്റിന്റെ മേൽ ഉയർത്തിയ കരം കർത്താവേ, കാറ്റിന്റെ മേൽ ഉയർത്തിയ കരം, കടലിന്റെ മീതെ കടലിന്റെ മീതെ കാറ്റിന്റെ മേൽ ഉയർത്തിയ കരങ്ങളെല്ലാം കർത്താവേ ഇപ്പോൾ ഉയരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഒരു വഴി കാണുന്നില്ല. മനസ്സിലെ ഭാരം, ജീവിതത്തിൽ തടസ്സം, എങ്ങോട്ട് പോണമെന്നറിയത്തില്ല. അകപ്പാടെ കുഴങ്ങി മറഞ്ഞ് കർത്താവ് വിഷമിച്ച് അങ്ങയുടെ ദുരസ്ഥനത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ ശത്രുക്കളുടെ കർത്താവെ ഈ ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലെ പോകാൻ പറയുന്ന കർത്താവിന്റെ സ്വരങ്ങൾ കർത്താവ് ഇപ്പോൾ അഭിഷേക സ്വരകർത്താവ്, ഈ അഭിഷേക നിമിഷം കർത്താവ് അവരുടെ മക്കൾക്ക് അടഞ്ഞുപോയ വാതിൽ തുറക്കുകയും കർത്താവ് തുറന്ന വാതില് അടക്കേണ്ട വാതിലുകൾ അടഞ്ഞു തന്നെ പോകാൻ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കണ്ണത്തിലൂടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്, തിരുകൃപ മതി എനിക്ക്. നാഥാദി മതി എനിക്ക്, നാഥാദി മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. നാഥാദി മതി. എല്ലാവരും പാടുക, സ്വരത്തിൽ പാടുക. നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. അപ്പോൾ വേണ്ട സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സമയങ്ങളും നമ്മൾ മറന്നു പോകും. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും. പക്ഷെ വേണ്ട സമയത്തെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാനുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അന്ത്യനിമിഷങ്ങളായിരിക്കും,
കർത്താവ് നിന്നെ ഇൻസ്പയർ ചെയ്യണത്. അപ്പം നീ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റോഷ്യാൻ എന്നും പറഞ്ഞൊരു നല്ല ഇടുക്കിയൊരു ലേഡിയുടെ സാക്ഷ്യമുണ്ടായി. അവർ ഫിസിക്സ് MS ആണ്, നല്ല മാർക്കോടുകൂടി പാസ്സായതാണ്. അപ്പോൾ അവരുടെ മുമ്പിലുള്ളത് തോമ്പടിക്കാരുതിയാണ്, കൊച്ചി. അവിടെ മുമ്പിലുള്ള ഓപ്ഷൻസ് അവർക്ക് നെറ്റ് എഴുതാം, ഗേറ്റ് എഴുതാം. പക്ഷേ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ അക്കാലങ്ങളിലെല്ലാം അവർ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. 2 കൊല്ലം അങ്ങനെ ചുമ്മാ തള്ളിപ്പോയില്ല ആൾക്കാരുടെ. അതിനുശേഷം അവർ നെറ്റിലേക്കും ഗേറ്റിലേക്കൊക്കെ വർക്ക് ചെയ്തെങ്കിലും 2 പരീക്ഷ എഴുതിയവർ. പക്ഷേ എപ്പോഴും എബവ് 90% കവർ ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ വിഷയത്തിന്. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റെന്ന് പറയും. നമുക്കുള്ള കോൺഫിഡൻസ് ഇല്ലേ, കോൺഫിഡൻസ് ചില സമയത്ത് മെറിറ്റ് കർത്താവ് തന്നെ ഡാമേജ് ആക്കി കളയും. ദൈവത്തെ ഡിവൈൻ എൻട്രി ഉണ്ടാകുമ്പോൾ മെറിറ്റ് ഡാമേജ് ആകും. അതിൻ്റെ കാലാവസ്ഥ വ്യത്യാസമാണ്. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ജീവിത കാലാവസ്ഥകളിൽ ചില വ്യത്യാസങ്ങൾ വരും. ഇത് സെൻസ് ചെയ്യാൻ നമുക്കൊരു വിശ്വാസിക്ക് പെട്ടെന്ന് കഴിയും. വിശ്വാസി അല്ലെങ്കിൽ മോങ്ങിക്കൊണ്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തന്നെത്താൻ പഴിച്ചുകൊണ്ടിരിക്കും. ഇവരെ സംബന്ധിച്ചത് എൻ്റെ അവരുടെ പ്രോബ്ലം അവർക്ക് എല്ലാത്തിനും കോൺഫിഡൻസ് ഉള്ള ലേഡിയാണ്. കാര്യം എല്ലാം എപ്പോഴും എബവ് 90% 95% സ്കോർ ചെയ്യുന്ന ആളാണ്. മാത്സിനും ഫിസിക്സിനും ഒക്കെ അത്ര ഇൻ്റലിജൻ്റ് ആണ് ആൾ. പക്ഷേ എന്താ അവരുടെ പ്രോബ്ലം, അവർക്ക് നെറ്റ് എഴുതാം, അല്ലെങ്കിൽ ഗേറ്റ് എഴുതാം, കോളേജിൽ പഠിപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം അവർക്ക്. പക്ഷേ അല്ലെങ്കിൽ PhDക്ക് പോകാം. അപ്പോഴേ ഗേറ്റൊക്കെ എഴുതി അങ്ങനെ അതുകൊണ്ട് അതൊക്കെ കിട്ടും എന്നവർക്ക് നല്ല കോൺഫിഡൻസാണ്. അത് കിട്ടും. കാര്യം എന്താണ്, അവർക്ക് ഇന്ന് വരെ അവർ കടന്നു വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ മുന്നേറ്റം, വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളിൽ ഒരിക്കലും അവർക്കൊരു ഇച്ഛാഭംഗം ഉണ്ടായിട്ടില്ല. അതാണ് അവരുടെ പ്രീ ഹിസ്റ്ററി. ചില ദൈവം ഈ പ്രീ ഹിസ്റ്ററി ഉണ്ടാക്കുന്ന കോൺഫിഡൻസിലെ കർത്താവിൻ്റെ ഉദ്ദേശം വേറെയാണെങ്കിൽ ചിലപ്പോൾ അത് ഡാമേജ് ആകും. ഇവർക്ക് എന്നാ സംഭവിച്ചു, ഒരു നെറ്റും എഴുതി ഗേറ്റും എഴുതി, അത്യാവശ്യം കോച്ചിങ്ങിനൊക്കെ പോയാൻ എഴുതിയത്. പക്ഷെ പരീക്ഷകളിൽ ചെല്ലുമ്പോഴേ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പരീക്ഷ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പരീക്ഷ കയ്യിൽ നിന്ന് വിട്ടുപോയാലേ ഇവർക്കൊരു ഭയങ്കര സങ്കടവും. കാര്യം ഇത്രയും സ്കോറിംഗ് ഉള്ള ഒരാൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലേ ഈ നല്ല നല്ല കോൺഫിഡൻസിലേക്ക് സ്വന്തം അധ്വാനങ്ങൾ കൊണ്ട് കഷ്ടപ്പാട് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമൊക്കെ നല്ല സ്കോറിങ് ഉണ്ടാക്കി വരുന്ന ആൾക്കാർക്ക് ഒരു തട്ട് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒന്നൊന്നര തട്ടായി പോകുന്നത്. പിന്നെ ഈ ആൾക്കാർ പൊങ്ങി വരാൻ പാടാണ് വിശ്വാസി അല്ലെങ്കിൽ. ഇവർ നിരാശ ഊശാന്താടിയൊക്കെ വളർത്തി ചുമ്മാ കഞ്ചാവൊക്കെ അടുക്കിട്ട് കണക്കിന് കാണാം. കാര്യം അവർ ജീവിതത്തിൽ പൊരുതി പരാജയപ്പെട്ടവരാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ തോറ്റാലും ദൈവം നീ ജയിച്ചുവോ നിശ്ചയിച്ചാൽ നീ ജയിച്ചതാണ്. കൈ ഇടിച്ച് കിടത്താൻ ഞങ്ങളുടെ ജീവിതത്തിലെ തോൽവികളെ എന്തു ചെയ്തു നന്ദി എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയില്ല. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയില്ല. പ്രഭാഷണ പുസ്തകമാണ്. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവരെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. ഇത് ഉടമ്പടി വചനമാണ്. ഉടമ്പടി ആധ്യാത്മികത ഗർഭം ധരിച്ചിരിക്കുന്നൊരു വചനമാണിത്. ഒടുവിലാണ് പ്രഭാഷകൻ പ്രഭാഷകൻ 33:16. പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കേൾക്കുക. ഒടുവിലാണ് ഞാൻ ഉണർന്നത്.
കാലാപ്പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ഈ വചനം ഒന്ന് വായിച്ച്. ഇത് ഈ പ്രഭാഷണം 33:16 ഇപ്പം കർത്താവിൻ്റെ നാവിൽ തന്നതാണ്. അതുകൊണ്ട് എനിക്ക് നമ്പറൊന്നും കിട്ടാത്തത്. ഇത് ഡയറക്റ്റ് ഉടമ്പടി വചനമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8 ലിങ്കുള്ള വചനമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യതയാലല്ല, പിന്നെ എന്താണ്? കർത്താവിൻ്റെ കൃപയാലാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അത്? ജനകോടികളുടെ വിശ്വാസാനുഭവമാണ് ശരിക്കും. എന്താണ്? ഒന്ന് പറഞ്ഞ്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുൻപന്തിയിലെത്തി എന്ന് പറയുമ്പോൾ എവിടെ എത്തിയെന്നായി പറയണത്? കൊയ്ത്തുകാരുടെ കൂട്ടത്തിൽ എത്തിയെന്നായി പറയണത്. മനസ്സിലായില്ലേ? പിടിയില്ലേ? താമസിച്ചാണ് എഴുന്നേറ്റത്, ബാക്കിലായി പോയി. കാലാപെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ കൊയ്ത്ത് പോകുമ്പോൾ കുറച്ച് സാധനം താഴെ വിട്ടുപോകും. അത് പാവത്തിനൊക്കെ ഉള്ള, ഇസ്രയേലിൽ പാവത്തിനൊക്കെ ഉള്ളതാണത്. പുറകെ റൂത്തൊക്കെ അങ്ങനെ കാലാപെറുക്കാൻ പോയ ആൾക്കാരാണ്. ബോവാസിൻ്റെ ഭാര്യ റൂത്തില്ലേ? റൂത്തിൽ നിന്നല്ലേ, ബോവാസിൽ നിന്നല്ലേ പിന്നീട് ജസ്സയും നിന്ന് ദാവീദും യേശുക്രിസ്തുവിൻ്റെ വംശപരമ്പരയിൽ വരുന്ന ആളാണ് റൂത്ത്. റൂത്ത് അറിയാമല്ലോ, മോവാബുകാരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രേസിന് വലിയ കിട്ടാൻ യോഗ്യതയുള്ള ആളല്ല. മൊവാബ് ഇപ്പോൾ മോസസൊക്കെ അവസാനം മൊവാബിനെ കുറിച്ച് പറയണത്, മൊവാബ് എനിക്ക് കൈ കഴുകുന്ന ബേസനാണെന്നൊക്കെ അല്ലേ പറയണത്. കഴുകാൻ ഉപയോഗിക്കുന്ന ബേസനാണ് മൊവാബ് എന്നാണ് പറയണത്. എന്താ കാര്യം? മൊവാബ് ലോത്തിൻ്റെ പെൺമക്കളുടെ മക്കളുടെ സന്തതികളാണ്. അപ്പം നോക്കിയേ, അതാണ് വിഷയം. മോസസിനും അത് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്താണ്? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ പിള്ളേരാണെന്ന് മൊവാബ്. അതാണ് മോസസ് പോലും മൊവാബിനെ എല്ലാ ഗോത്രങ്ങളെയും ആശീർവദിക്കുകയല്ലേ. മൊവാബിനെ ആശീർവദിക്കുക പറയും, എനിക്ക് കൈ കഴുകാനുള്ള വെള്ളം അതിൻ്റെ ടബ്ബാണ് നീ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ പറയണത് എന്താ കാര്യം? മൊവാബിനെ അവർ അത്രയ്ക്ക് കുലീനമായിട്ട് കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് നോട്ട് ബൈ മെറിറ്റില്ലെന്ന്. ഈ മനുഷ്യന്മാരും മോസസ് ആയാലും ജോഷു ആയാലും അവർക്കെല്ലാം ഉള്ള ഒരു ഐഡിയ, കുലീനത അല്ലെങ്കിൽ മെറിറ്റ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും ദൈവത്തിൻ്റെ തീരുമാനം വേറെയായിരിക്കും. ദൈവം എപ്പോഴും വർക്ക് ചെയ്യണം മെറിറ്റിലല്ല. എന്താ പിന്നെ എങ്ങനെയാണ്? ഗ്രേസിലാണ് വർക്ക് ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? റൂത്ത് കാലാപെറുക്കാൻ ചെന്നതാണ് ബോവാസിൻ്റെ ബാർലിപ്പാടത്ത്. പിന്നീട് റൂത്ത് മുമ്പിൽ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ജന്മിയുടെ ഭാര്യയായിട്ട് അവൾ മാറും. അവൾ നിന്ന് ജെസ്സെ ജനിക്കും. ജെസ്സയ്ക്ക് മുമ്പ് ഒരാളുണ്ട്. ജെസ്സയിൽ നിന്നാണ് പിന്നീട് ദാവീദിൻ്റെ വംശത്തിൽ ഈശോയൊക്കെ പിറക്കണത്. എന്നൊക്കെ മൊവാബിൽ നിന്ന് ഈശോയിലേക്കുള്ള ദൂരം കണ്ടില്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. കൈ ഇടിച്ച് കർത്താൻ കൃപയാലേ
എൻ്റെ പേര് ഗ്രേസി തോമസ്. ഞാൻ അങ്കമാലി തുറവൂർ സെൻ്റ് അഗസ്റ്റിൻ ഇടവക അംഗമാണ്. 2019 ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വരുന്നത്. ഞാനൊരു ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ആളാണ്. ബിസിനസ്സിൻ്റെ വലിയ തകർച്ചയിലായിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ എത്തിയത്. എന്നാൽ അന്ന് തന്നെ അമ്മ എന്നെ കരയ്ക്ക് കയറ്റി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും എന്നെ രക്ഷിച്ചു. ഞാൻ അതിന് ആദ്യം അവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ 6 നിയോഗങ്ങളിൽ ഒന്നായിരുന്നു. മറ്റ് പല നിയോഗങ്ങളും നേടിയെടുക്കുമ്പോഴും മറ്റൊരു പ്രധാന നിയോഗമായിരുന്നു. എനിക്ക് 2 ആൺമക്കളാണ്. അതിൽ മൂത്ത മകൻ മാരീഡാണ്, രണ്ടാമത്തെ കുട്ടി വൈദികനാകാൻ പഠിക്കുന്നു. കോട്ടയം CMI പ്രൊവിൻസിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഡീക്കൺ പട്ടം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഡീക്കൺ പട്ടം കിട്ടിയതിന് ശേഷം കഴിഞ്ഞ 1 വർഷമായി ഞാനും എൻ്റെ കുടുംബവും പ്രത്യേകമായി നോമ്പെടുത്ത് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു വരികയായിരുന്നു. എന്നാൽ ഞാൻ അങ്കമാലി എറണാകുളം അതിരൂപത അംഗമാണ്. സഭയുടെ ചില വിഷയങ്ങളിൽ ഞങ്ങൾക്ക് പട്ടം തരാൻ കഴിയില്ല എന്ന് ഒരു അറിയിപ്പ് കിട്ടി. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മകൻ്റെ ഡീക്കന്മാരുടെ പേരൻസിന് ഉള്ള ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ മൂത്ത മകനും വൈദികനാകാനുള്ള മകനും ഒരുമിച്ച് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നു. പുറത്ത് നിൽക്കുമ്പോൾ 2 പേരുടെയും മുഖം അല്ലാതെ മ്ലാനമായിട്ടിരിക്കുന്നു. എന്തു പറ്റി? ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടാണ് ഇരുന്നത്. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വൈദികനാകുന്ന മകൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, മമ്മി പട്ടം തൽക്കാലം നടക്കില്ല, ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, അമ്മ 2019 മുതൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലാണ്. ഇന്ന് വരെ അമ്മ ചോദിച്ചതെല്ലാം പരിശുദ്ധ അമ്മ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മനസ്സ് തളരണ്ട, ശക്തമായി നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം, ധൈര്യമായിരിക്കൂ എന്ന് എൻ്റെ മകനെ ഞാൻ ആശ്വസിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ ഓരോ പ്രയർ ഗ്രൂപ്പുകൾക്ക് 1003 മണി ജപമാല ഈ അൾത്താരയിൽ വെച്ച് കൊടുത്തപ്പോൾ ഞാനും ഒരു 1003 മണി ജപമാല അന്ന് എടുത്തിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രയർ ഗ്രൂപ്പ് തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കുറേ പേര് കൂടിയിട്ടൊരു പ്രയർ ഗ്രൂപ്പ് തന്നെയുണ്ട്. അന്ന് ഞാൻ തീരുമാനമെടുത്തു. മാതാവിൻ്റെ അടുത്ത് ഞാൻ മകനെ ആശ്വസിപ്പിച്ച് അവനെ പറഞ്ഞു വിട്ടുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ ചോദിച്ചതെല്ലാം നീ എനിക്ക് നൽകിയിട്ടുണ്ട്. ഡിസംബർ 10 എനിക്കിതിനൊരു തീരുമാനം തരണം. കാരണം ഏതാണ്ട് എനിക്ക് 2 മക്കളാണ്. മൂത്ത മകൻ്റെ കല്യാണം നല്ല നിലയിൽ നടത്തി. രണ്ടാമത്തെ മകനെ വൈദികനാക്കുക എന്ന തിരുപ്പട്ട ശുശ്രൂഷ നല്ല നിലയിൽ നടത്താൻ ഏതാണ്ട് 5000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനായി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിച്ചു. എല്ലാവരെയും ഞങ്ങളുടെ ഇടവക മുഴുവൻ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ക്ഷണിച്ചു. ഇടവക വികാരിയും ഇടവക കുടുംബാംഗങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി കുർബാനയിൽ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടുന്നത്. എന്നാൽ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് ഡിസംബർ 10 ഒരു ഡേറ്റ്, ഡിസംബർ 10 എനിക്കിതിനൊരു തീരുമാനം തരണം. കാരണം കൂടുതൽ ദിവസങ്ങൾ വൈകിയാൽ ഞങ്ങളുടെ പ്ലാനിങ് എല്ലാം തെറ്റും. അതല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പട്ടം നടത്തേണ്ടി വരും. ഞങ്ങൾ ഫുഡിന് അഡ്വാൻസ് കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഒറ്റ ദിവസത്തിലാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു അറിയിപ്പ് കിട്ടുന്നത്. ഞാൻ എൻ്റെ 2 മക്കളെയും, വൈദികനാകാൻ പോകുന്ന മകനെയും മൂത്ത മകനെയും കൂട്ടി ഓടി ഇവിടെ വന്ന് ജോസഫച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കൾ സമാധാനമായിട്ട് പൊക്കോ, അച്ഛൻ പ്രാർത്ഥിച്ചോളാം എന്ന്. അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ നിയോഗ പേപ്പർ മേടിച്ച് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ വെച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചത് ഞാൻ ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ചൊല്ലിയ 36 വർഷത്തെ കുർബാനയുടെ നിയോഗത്താൽ അമ്മ മാതാവേ, നീ കാര്യം നടത്തി കൊടുക്കണം എന്ന് അച്ഛൻ തോളിൽ തട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, മക്കൾ സമാധാനത്തോടെ പൊക്കോ, അച്ഛൻ പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾ സമാധാനമില്ലെങ്കിലും സമാധാനം കിട്ടുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മനസ്സിൽ ഏതൊരു 5 കിലോയുടെ കല്ല് കയറ്റി വെച്ച ഭാരമായിരുന്നു ഇവിടെ വരുന്നത് വരെ. എന്നാൽ അച്ഛൻ്റെ ഒരു ആശ്വാസവാക്ക് ആ സമയത്ത് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. തിരിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും കമ്പനിയിൽ ഏതാണ്ട് എല്ലാ ദിവസവും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ ജോലിക്ക് പോകാതെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ 1003 മണി ജപമാല എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അതേ എൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ ബന്ധുക്കളും അയൽവക്കക്കാരും എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു.
എല്ലാവരും പ്രധാന നിയോഗം പട്ടം തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ആ വലിയ ദിവസത്തിൽ അന്ന് ഞങ്ങൾക്ക് ഇതെല്ലാ കാര്യങ്ങളും ശാന്തമായിക്കൊണ്ട് ഒരു തീരുമാനമുണ്ടായി. ആ സമയം ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു.